ഒരാൾ വരുന്നുണ്ട്. ഇരിക്കേ, വരൂ. വളരെ എന്ത് പറ്റിയടോ? ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ എന്നെ മറക്കാൻ പാടില്ല. എന്തായത്? വളരെ സമാധാനത്തിൽ കഴിഞ്ഞു സമൂഹത്തിനാകെ മാതൃകയാക്കാൻ പറ്റാവുന്ന ഒരു കുടുംബം, അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി ആ വ്യക്തിയെ കൊണ്ട് ഒരു വലിയൊരു കൊടും പാതകം ചെയ്യിച്ചു. അങ്ങനെ അപൂർവം ചില മനുഷ്യർക്ക് മാത്രം ലഭിക്കാവുന്ന ഭാഗ്യത്തിന് അർഹനുമായി സ്വന്തം മരണത്തീയതിയും സമയവും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം ഞാനല്ലേ നിന്നെ അതിലൊക്കെ സഹായിച്ചത്? എനിക്ക് നിങ്ങളെ ഓർക്കാൻ കഴിയുന്നില്ല. എടോ, ഞാനാണ് ആ ജാരൻ, നിന്റെ ഭാര്യയുടെ കാമുകൻ. എന്തു പറ്റി ഇത്രയും അപരിചിതത്വം തോന്നിക്കാൻ? എനിക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ല. എന്നിട്ട് വേണ്ടേ അപരിചിതത്വം കാണിക്കാൻ വേണ്ടിയിട്ട്? അപ്പോ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ നേരെ കണ്ടോ? ആ പരിചയമെങ്കിലും കാണിക്കും. ഇല്ല, ഞാൻ കണ്ടില്ല. ഒന്നും കാണാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് കൂടുതൽ ശരി. ആരൊക്കെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോയോ എങ്ങനെ ആവാതിരിക്കും? അമ്മാതിരി ചെയ്തല്ലേ ചെയ്തു വെച്ചത്? ചെയ്തല്ല, ആ ചെയ്തിലേക്ക് കാരണം അത് പുറം ലോകമാണെന്ന ഭയമാണ്.
എന്ന അവസ്ഥയിൽ എത്തിച്ചത്. എന്നിട്ടത് ആരും അറിഞ്ഞില്ല, ഒരു മാധ്യമവും അത് ചർച്ച ചെയ്തില്ല. ഇനി അതറിയാൻ ആരാടോ ബാക്കിയുള്ളത്? ആ കാരണമല്ലേ തന്റെ മുമ്പിലേക്ക് നിൽക്കുന്നത്? അല്ല, പിന്നെ നിങ്ങളല്ല. ഞാനല്ലെങ്കിൽ പിന്നെ ആര്? ഞാൻ പറയില്ല, അത് പറയാൻ പാടില്ല, അത് ലോകം അറിയരുത്. ഞാൻ പറയില്ല. അതെങ്ങനെ ശരിയാവും? അപ്പോ നിങ്ങൾ കോടതിയിൽ പറഞ്ഞതോ? നിങ്ങൾ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിരുന്നു. എനിക്ക് കിട്ടിയൊരു ചിത്തു. യഥാർത്ഥ കാരണം എന്താണെന്ന് പുറലോകം അറിയാതിരിക്കാൻ. അല്ലെങ്കിലും ഞാനിനി അതൊക്കെ അറിഞ്ഞിട്ടെന്തിനാ? നഷ്ടപ്പെടാനുള്ളവർക്ക് നഷ്ടപ്പെട്ടില്ലേ? കുടുംബം, ഭാര്യ, കുട്ടികൾ എല്ലാം പോയില്ലേ? എല്ലാത്തിലുപരി ഞാൻ തന്നെ ഇല്ലാണ്ട്. വർഷങ്ങൾ ഇത്രയൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് തുടങ്ങിയിടും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനൊരു പാവം മനുഷ്യനാണ്, എനിക്കതിന് കഴിയില്ല. ഇപ്പോ ഞാനല്ല ഈ കൊലപാതകങ്ങൾക്കൊക്കെ കാരണക്കാരൻ കൂടെ അറിഞ്ഞപ്പോ നിങ്ങളെന്നെ മനഃപൂർവ്വം നശിപ്പിച്ചതാണ്. എന്റെ ശാപമുണ്ടല്ലോ, അതിന്റെ കൂടെ എപ്പോഴും കാണും. മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന എനിക്ക് എന്ത് ശാപം ഏൽക്കാനാ? ഇനി അഥവാ ഏറ്റാൽ തന്നെ എനിക്ക് എന്താണോ? അതും ശരിയാ. എന്നാലും നിങ്ങൾക്ക് പറയണ്ടായിരുന്നു. ഇന്ന് കണ്ടപ്പോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. നീ വലിയൊരു കുറ്റബോധം കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിനക്കൊരു സമാധാനമായിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാ. ഇതിപ്പോ സമാധാനമായെന്ന് ചോദിച്ചാ ഞാനല്ലെങ്കിൽ പിന്നെ എന്നൊരു ചോദ്യം പാട്ടി വെച്ചില്ല. അത് ശരിയാ. എന്നെ ശപിച്ച ആളല്ലേ, ഇനി മരണം വരെ ആ ചോദ്യം കൊണ്ട് നടക്ക്. ഒരാഴ്ച കൂടി കഴിഞ്ഞതേ കണ്ണും തുറച്ച് നാക്കും നെട്ടി ഒരു മുഴം കയർ തൂങ്ങി നിന്നാണെന്ന് മനസ്സിലാകുന്നത്. എന്നിട്ടാണോ കോമഡി പറയുന്നത്? സമാധാനിപ്പിക്കാന്ന് വെച്ചാൽ എനിക്ക് നിന്നോട് ഒരു സഹതാപവും തോന്നില്ല. പാവം ഭക്തൻ എന്ത് നല്ല കുട്ടികളായിരുന്നു. മുട്ടവളത്തിൽ ബാംഗ്ലൂർ അഡ്മിഷൻ കിട്ടിയപ്പോൾ അത്ര ദൂരം വിടുന്നതിൽ മഞ്ജുന് നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ അവസ്ഥ തൻ്റെ മക്കൾക്കും വരരുത് എന്ന് വിചാരിച്ചു. തൻ്റെ 2 മക്കളെ വളർത്തി സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാണുണ്ടാകും എന്നവൾ ആഗ്രഹിച്ചു. ആഗ്രഹങ്ങളൊക്കെ നല്ലതായിരുന്നു, പക്ഷെ കാര്യമില്ലാണ്ടായില്ലേ? കാര്യമില്ലാതാക്കിയത് പറ.
മക്കളെയെങ്കിലും തരും. പ്ലീസ് പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളത് പറയരുത്. ഞാനിപ്പോഴും ഒരു ചത്ത മനുഷ്യനാ. ഇനി അതൊക്കെ പറയണോ? അതൊക്കെ പറയാനാണോ നിങ്ങൾ ചോദിക്കുന്നത്? നോക്കൂ, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളിത് പെട്ടുപോയത് അതിനൊരു കാരണക്കാരനായിരുന്നു. എനിക്ക് ദുഃഖമുണ്ട്. എങ്ങനെ പെടാതിരിക്കും? ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ കൊല്ലുന്നെങ്കിൽ അത് ഒരു കാരണം മാത്രമേ ഉള്ളൂ, അവിഹിതം. ഇല്ല, പോലീസിന്റെ അന്വേഷണം ആദ്യം ആ റൂട്ടിൽ തന്നെ ആയിരുന്നല്ലോ. ഞാനെന്തിനാ അവരൊക്കെ സംശയിക്കണം? ഞാനാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ വിചാരിക്കുക. കഷ്ടകാലത്തിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. വേറെ കാരണങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നിങ്ങളെല്ലാം സമ്മതിച്ചില്ലേ? അത് പോട്ടെ, സാരമില്ല. എന്നെ കൊണ്ട് നിങ്ങൾക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായില്ല. ഇനി അങ്ങനെ സമാധാനിക്കും. ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിലും ഞാനൊരു മഹാനാവട്ടെ. എന്നാ ഞാൻ പോയാലോ? എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ അവസ്ഥയിൽ ചോദിക്കാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ താൻ ചാവും. അതിനു മുമ്പ് എന്തെങ്കിലും ചോദിക്കാനല്ലേ ചോദിച്ചു. നിങ്ങൾ മഞ്ജുമായിട്ട് പ്രേമത്തിലായിരുന്നു. എനിക്ക് അവളോട് കടുത്ത പ്രണയമായിരുന്നു. അവൾക്ക് അതറിയില്ല. ഞാനത് പറഞ്ഞിട്ടില്ല. പക്ഷെ പറയുമായിരുന്നു. അതിന് മുമ്പേ നിങ്ങൾക്കൊരു കുടുംബമുണ്ടെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. പക്ഷെ ചില ചോദ്യങ്ങൾക്ക് സമൂഹത്തിന്റെ വ്യവസ്ഥയിലൂടെ ചിന്തിച്ചാൽ ഉത്തരം കിട്ടില്ല. മഞ്ജു എന്നെ കുറിച്ച് എന്താണ് നിങ്ങളോട് പറഞ്ഞത്? മഞ്ജു വേണ്ട വേണ്ട പറയണ്ട. നിങ്ങളൊന്നും പറയണ്ട. ഞാൻ എന്തായിരുന്നു നന്നായിട്ടറിയാം. എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കണമെന്ന്. എന്താ? നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നോ?
ഹലോ ഹലോ എന്താണ് ഇതുകൊണ്ട് രക്ഷപ്പെടാവുന്നതാണോ ഞാൻ എഴുതുന്നത്? കാര്യം ശരിയാ, നിയമമുണ്ടേ ശാരീരികമായും മാനസികമായും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മാത്രമേ ഒരാളെ തൂക്കിക്കൊല്ലാവൂ. ഒക്കെ ശരിയാണ്. തന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് കിട്ടുന്ന ഭക്ഷണം അതെന്തായാലും അതങ്ങ് വാങ്ങി കഴിക്കടൂ. കഴിക്കടൂ. കഴിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ. പേടിയാവുന്നു. 3 ദിവസം കൂടി കഴിഞ്ഞ പേടിയാവുന്നു. അന്ന് എൻ്റെ മകൻ പുറത്തേക്ക് ഓടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിന്ന് ഇവിടെ വരില്ലായിരുന്നു. എല്ലാവരും തീരുമാനം അതായിരുന്നു തീരുമാനം. അന്നീ പേടിയുണ്ടായിരുന്നില്ലെന്ന് ഡോക്ടറിന് സംശയം തോന്നി. പേടിയുണ്ടായിരുന്നു ഡോക്ടർ, പേടിയുണ്ടായിരുന്നു. പക്ഷേ ആ പേടിയ മലം കേൾക്കുമാനം എന്റെ വികാരങ്ങൾ വളർന്നിരുന്നു. എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് പിന്നാലെ ചെല്ലണം. അവരോടൊക്കെയുള്ള വെറുപ്പിനേക്കാൾ കൂടുതൽ എന്നെ നിയന്ത്രിച്ചിരുന്നു. എനിക്ക് എന്നോട് തന്നെ തോന്നിയൊരു വെറുപ്പ, അറപ്പ്. അതിനിടയിലായില്ലേ അവന്റെ ഓട്ടം. പേടിച്ചു കാണും, നന്നായി പേടിച്ചു കാണും. അമ്മയും പെങ്ങന്മാരൊക്കെ ചോറിൽ കുളിച്ചു കിടക്കുന്ന കണ്ടതല്ലേ. പാവം. അവര് മാത്രമേ വിടാൻ പറ്റുമോ? പോവാണെങ്കിൽ എല്ലാവരും പോണം. ഞാൻ എന്നാലോ ഓടിച്ചത് വ്യക്തി. അപ്പോഴേക്കും നാട്ടുകാർക്ക് വളഞ്ഞു കൂടി എന്നെ പിടിച്ചു. അതിന് മാത്രം ബാക്കിയായി. അങ്ങനെ ആത്മഹത്യ ചെയ്തു. അതിന് നല്ലൊരു വഴിയുണ്ടായിരുന്നു. അന്ന് നിയമത്തിൽ ചെയ്തെങ്കിൽ ഒരു മഹാ ദുരന്തം ഒഴിവാകുന്നതായിരിക്കില്ലേ. ഇനി ഇടയ്ക്കൊക്കെ അങ്ങനെയും ചിന്തിക്കും. 3 ദിവസം വലിയ ബാധ്യതയുണ്ട്. ചിന്തിക്കും, അങ്ങനെയും ചിന്തിക്കും. ഞാൻ കഴിച്ചോളാം.
എന്തെങ്കിലും ഒന്ന് പറയടാ. ഞാൻ ഇന്നുവരെയൊക്കെ പറയാത്തതുകൊണ്ട് എനിക്ക് എന്നോട് പരിപാലനം അറിയാം. പക്ഷേ എന്ത് ഭാഷ, എത്ര ആത്മാർത്ഥ സുഹൃത്താണെങ്കിലും എന്നെ പോലൊരുത്തന്റെ കൂടെ എന്റെ ഭാഗത്ത് നിൽക്കാൻ സാധിക്കില്ലല്ലോ അല്ലേ? അത് ശരിയാ. എനിക്ക് ഒരിക്കലും എന്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ലേ എന്ന് വെച്ച് എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലാതെ ആവില്ലല്ലോ. അതായത് അവസാന സമയത്ത് ആത്മാർത്ഥ സുഹൃത്ത് അടുത്തുണ്ട് എന്നൊരു വിശ്വാസം കൊണ്ട് മരിക്കേണ്ടാണ് അല്ലേ? എന്നോടൊപ്പം ഉണ്ട് എപ്പോഴും. നീ ചെയ്തതിനുള്ള യോജിപ്പാണെന്ന് അർത്ഥമില്ല. അതെടാ, അവൻ അവന്റെ കുടുംബത്തിൽ സംഭവിക്കണം, അപ്പോഴറിയോ? എന്റെ കുടുംബം സംഭവിച്ചാലും ശരി, മറ്റാരുടെ കുടുംബം സംഭവിച്ചാലും ശരി, അത് പരിഹാരം നീ കണ്ടെത്തിയ മാർഗമല്ല. കണ്ടെത്താവുന്നതിൽ വെച്ച് ഏറ്റവും മോശം പരിഹാരമാണ് നീ കണ്ടെത്തിയത്. തീർച്ചപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടും കാണുമെന്ന് പറഞ്ഞപ്പോൾ നീ വന്നല്ലോ, അത് മതി. നീ പോകുമ്പോ ജയിലർ സാറൊന്നും കാണും. ഞാനൊരു 4 എഴുത്ത് എഴുതിച്ചു, അത് കൊണ്ടുപോയി കൊടുക്കണം. മക്കള് രാജേഷിന്റെ ഭാര്യയ്ക്ക് മക്കളും ഒന്ന് ആദരവ്. നീ പെട്ടെന്നൊന്നും കൊണ്ടേ കൊടുക്കണ്ട. 2 ദിവസം കഴിഞ്ഞോട്ട് എന്റെ മരണം ഉറപ്പ് വരുന്നതിന് ശേഷം ഓക്കെ. എന്റെ ഒരു മനസ്സമാധാനം അവർക്കൊക്കെ എന്നോട് പൊറുക്കാൻ പറ്റുമോ? എന്റെ മരണശേഷമാണത് വായിക്കുന്നതെങ്കിൽ എന്നോട് ക്ഷമിച്ചാലോ എന്ന് എനിക്ക് തോന്നി. നിനക്ക് ബുദ്ധിമുട്ടുന്നാവില്ലല്ലോ. നീ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും വളരെ ഭീകരമാണ് ആ 4 കുടുംബങ്ങളുടെ അവസ്ഥ. മാധവൻ അന്ന് കിടന്ന കിടപ്പ നട്ടലിനാ വിട്ടുകൊണ്ടത്. പിന്നെ റസാക്കിനിപ്പോ ഒരു കയ്യുള്ളൂ. ഞാൻ ഈ കർമ്മ എങ്ങനെ അവിടെ മുന്നിൽ നിൽക്കും, അവരെങ്ങനെ പ്രതികരിക്കുന്നത് എനിക്കറിയില്ല. നീ പറഞ്ഞതുപോലെ നിന്റെ മരണശേഷം നിന്നോട് ദേഷ്യം കുറയുമായി ഞാൻ
എന്റെ മകനും ഒരുപാട് ഇഷ്ടമായി. അതും അങ്ങനത്തെ തന്നെയായിരുന്നു. സ്കൂള് വിട്ടു വന്നാൽ നേരെ അങ്ങോട്ട് ഓടി ചെല്ലും. അവർക്ക് എങ്ങനെ അതൊക്കെ കണ്ടു നിൽക്കാൻ കഴിയൂടോ? എന്നാലും അവരെന്തിനാണോ അതിനിടയിൽ കയറി വന്ന് എന്റെ കൈ കൊണ്ട് വെട്ടി മരിക്കാനോ? ജോലി കുട്ടികൾ രാജ്യത്തെ ബാധിക്കുന്നു എന്നോട് ഒരിക്കലും ഓർക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയല്ലേ ഞാൻ ചെയ്തു. എനിക്ക് മരിക്കണം, അത്ര മാത്രമായിരുന്നു. എനിക്ക് ഈ ഭൂമിയോടും ഇതിലെ സകല ജീവജാലങ്ങളോടും അപ്പോ തോന്നിയൊരു വെറുപ്പുണ്ട്. എല്ലാം ഒന്ന് നശിച്ചു കിട്ടാൻ മതിയായിരുന്നു. പക്ഷെ ഇപ്പുണ്ടല്ലോ ഇതേ ജീവജാലങ്ങൾക്കൊപ്പം ഒരുപാട് കാലം ജീവിക്കാൻ കൊതിയാവുന്നതോ. എനിക്ക് കൊതിയാവുന്നു. എനിക്ക് മരിക്കണ്ട, എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കണ്ട. നീ എനിക്കൊരു വാക്ക് തന്നെ. ഞാൻ അവസ്ഥയിലായിരുന്നു. എന്നെ കൂടാതെ നിനക്ക് മാത്രമാണോ? അത് നീ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. മരണശേഷം ആരോടും പറയരുത്. എന്നിട്ട് എന്തിനാ നീ സ്വാർത്ഥനാണ്? നീ നിന്റെ എല്ലാ കാര്യവും ഭംഗിയായി ശരിയാക്കുന്നു. അങ്ങനെയല്ല, അത് ആരും അറിയരുത്. പുറം ലോകം അറിയാൻ പാടില്ല. അത് നീ ആരോടും പറയരുത്. എന്നിട്ട് എന്തിനാണ് ചോദിച്ചത്? എല്ലാവരും ചത്തു. ഈ ചാപം കേൾക്കാൻ ഇനി ഏത് കുടുംബത്തിന്റെ മാനം കാക്കാനാ? ചുണ്ടിൽപ്പെടാത്തൊരു പാവം കുടുംബം നിന്റെ ഒടുക്കത്തെ രഹസ്യം ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നശിച്ചു. നീ അവരെ കുറിച്ച് ചിന്തിക്കും. നീ നിന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് നിർത്ത്. അദ്ദേഹം എന്നെ കുറിച്ച് ചിന്തിക്കും. നിന്റെ രഹസ്യം ഉള്ളിട്ടുകൊണ്ട് നീ ജീവിക്കാൻ കഴിയും. നീ എങ്ങനെ അത് പ്രതീക്ഷിക്കുക? നീ എന്നോട് പരിപാടി പ്രായമായി പോകല്ലേ.
ടി രാജേന്ദ്ര പ്രസാദിന്റെ ശിക്ഷ സംബന്ധിച്ച് ഹൈക്കോടതി വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശരിവച്ചു. ദയാഹർജി ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് തള്ളിയിട്ടുള്ളതാകുന്നു. ഹൈക്കോടതി വിധി പ്രകാരം തിരൂർ പഞ്ചായത്ത് കോഴിക്കുന്ന് അംശം ദേശം തട്ടാമ്പറമ്പിൽ ഭാസ്കരൻ മകൻ ടി രാജേന്ദ്ര പ്രസാദ് എന്ന ആളുടെ വധശിക്ഷ 2025 ഡിസംബർ 14 പുലർച്ചെ 5 മണിക്ക് നടത്തേണ്ടതാണ്. ക്രിമിനൽ നിയമ നടപടി 413-414 പ്രകാരം ജയിൽ സൂപ്രണ്ട് പ്രതിയെ മരണം വരെ തൂക്കിലേറ്റുക എന്ന ശിക്ഷ നടപടി നടപ്പിലാക്കി ആ വിവരം കോടതിയെ ബോധിപ്പിക്കേണ്ടതാണ്. ഓർഡർ ഓർഡർ ഓർഡർ. എപ്പോ വിളിച്ചാലും കിട്ടില്ല. എന്നാ സമയത്തിനിട്ട് വരുമോ? അതിട്ട് ഇല്ല. അല്ലെങ്കിൽ അതിന് വലിയ കുറവൊന്നുമില്ല. ഇവനൊക്കെ ഇരിക്കുക നേരത്തെ കൊണ്ടുവന്നത് വിളിച്ചു നോക്കാൻ. നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന വ്യക്തി ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ഇപ്പൊ ഞാൻ പരിധിക്ക് അകത്തായിടോ. അതെ, ഞാൻ പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞു കൊട്ടി ഘോഷിക്കൊന്നും വേണ്ട. എല്ലാവർക്കും അറിയാം പരിധിക്ക് പുറത്താണ്. വീട്ടുകാരി അറിയില്ല, കുടുംബം കല്ലു. പിന്നെ ഇത് ഞാൻ വേണ്ട വീട്ടിൽ കോളേജൊക്കെ ശരിക്കും നന്നായി. ഇതേ ഞാൻ ഈ പണി തുടങ്ങിയിട്ടേ കൊല്ലം കുറെ ആയിടോ. വീട്ടുകാരൊന്നല്ല, ഞാൻ കളിക്കുന്ന കളി വളരെ സേഫ് ആയിട്ടേ കളിക്കണോ. ഞാനുണ്ടായിരുന്നല്ലോ കുറെ കാലം. നീ തോഴിച്ചേ നോക്കിയേ, ഇത്തവണ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? എന്താണ്? നമുക്കേ ബാംഗ്ലൂർ പൂശാലോ? അത് മതി. ബാംഗ്ലൂർ ആവുമ്പോഴേ നോക്കിയാ അടിപൊളിയാ. എനിക്കാണെങ്കിൽ പറയാനൊരു കാരണം കിട്ടൂടാ. തനിക്ക് വീട്ടിൽ പറയാനൊരു കാരണം ഉണ്ടാവുന്നു. എന്റെ മോൾ അവിടെ പഠിക്കല്ലേ. അപ്പൊ ഞാൻ എന്താ ബാംഗ്ലൂർ പോകണം. അപ്പൊ പറഞ്ഞു ഒന്ന് കൂടെ വരാൻ പറഞ്ഞു. അപ്പൊ നീ കൂടെ വന്നു എന്ന് പറയാം. അവിടെ പോയിട്ട് മോളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ആ റോയിനൊന്ന് വിളിക്കാം. അല്ല അവൻ അവിടെ ഇടപാടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഹലോ, ആ റോയേ, ശരി ശരി. അതെ, ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ആലോചിക്കണം. അതല്ലടോ, ഓ പ്രായം അത് 18 മുതൽ 21 വരെ മാത്രം. ഇനി ഏരിയയിൽ തന്നെ ഒരു 2 കൊല്ലം. അത് വിട്ടിട്ടുള്ള കളി നമുക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, നമ്മൾ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചാലോ. നമുക്കൊന്ന് ബാംഗ്ലൂർ ആക്കിയാലൊന്ന് ആഗ്രഹമുണ്ട്. അട്ടെ, തൻ്റെ അടുത്ത് അവിടെ വല്ല സെറ്റപ്പ് ഉണ്ടാവും, വല്ല കോൺടാക്ട്സ് ഉണ്ടാവും, വല്ലവരും ഉണ്ടാ ശരിയാക്കാൻ. ഇത് അവിടെ ഉണ്ടെന്നാണ്. നീ ഒരു കാര്യം ചെയ്യും, ആ വിളിച്ച് പറഞ്ഞേ പെട്ടെന്ന് ഏർപ്പാടാക്കി. എന്നിട്ടേ കുറച്ച് ഫോട്ടോസ് ഇങ്ങ് കഴിക്കട്ടാ, കുറച്ച് ബാംഗ്ലൂർ ഫോട്ടോസ് നല്ല നോക്കി അയച്ചോ. പിന്നെ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് പറഞ്ഞുണ്ടല്ലോ, ആ ഗിരിയുടെ കൂടെ ഉണ്ട്, അവൻ്റെ നമ്പറിലേക്ക് അയച്ചോട്ടാ, അല്ലെങ്കിൽ എനിക്ക് കാണാൻ കിട്ടില്ല. ഓക്കെ, ഡൺ. പൂച്ചേ ഒരെണ്ണം കൂടി. ഓക്കെ, അവനെ ഭയങ്കര സെറ്റപ്പ് ഉണ്ടെന്നാണ് ബാംഗ്ലൂരൊക്കെ. ഇവന്മാർക്ക് ഓൾ ഇന്ത്യ സെറ്റപ്പ് ഉണ്ടോ? നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. ഓക്കെ, എന്ത് ഇന്നെന്ത് ബാംഗ്ലൂര് കൂടി വന്നു. നോക്കി നോക്കി നോക്കി. ഇതാ പറഞ്ഞൂടെ വന്നു. മലയാളി ഞാൻ കാര്യം പറയാം, അവനെ വിളിച്ചാൽ പറഞ്ഞേക്കാം. അത് വിളിക്കണ്ടോ, ഞാൻ വോയിസ് മെസ്സേജ് ഇടാം. റോയേ നോക്കേ, മലയാളീസ് മാത്രം മതി കേട്ടാ, ഓൺലി മലയാളീസ്. ഊശി, നീ അവനെ അയച്ചോളൂ, നീ എനിക്ക് ഓർമ്മ വെച്ചു. ഇപ്പൊ വരുക എനിക്ക് ബാംഗ്ലൂർ മലയാളീസ്. നീ ഇങ്ങോട്ട് നോക്ക് നോക്ക് നോക്ക്. മോളെ, നീ എവിടെ പോ? നീ പോ, പെട്ടെന്ന് ഇങ്ങോട്ട് പുറപ്പെടും. ഇന്ന് വൈകിട്ടുള്ള വണ്ടിക്ക് എന്തെങ്കിലും പോരെ, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. പെട്ടെന്ന് പുറപ്പെടും. ബാംഗ്ലൂർ ട്രിപ്പ് ക്യാൻസൽ ആയിട്ടാ. നീ ആ ഫോട്ടോ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്താ. ഇപ്പൊ അവസാനം അയച്ചില്ലേ, അതിന് ആർക്കും അയക്കണ്ട. ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തതാ. ഒന്ന് ഡിലീറ്റ് ചെയ്യണോ? ഇനി ആർക്കും അയക്കണ്ട. എന്തിട്ടുണ്ട്? ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടാ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അത് ആർക്കും അയക്കണ്ട. ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത് കളയാം.
മ്യൂസിക് ചെയ്തത് നമ്മുടെ സത്യജിത്താണ്. അദ്ദേഹം ഇതുകൂടി ഇല്ല. അദ്ദേഹം അറിയാലോ സീരിയലുണ്ട്. അപ്പോൾ ആർട്ട് ഫ്രാൻസിസ് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത് ഇതേമാതിരി 18ാം വയസ്സില് ഇനിയാണ് വിനി ലൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രാംഷി പ്രതാപൻ. ആളാണ്. ഗ്രാമർ സ്കൂളിൽ PG ആൾ ചെയ്തിട്ടുണ്ടോ? ലൈറ്റ് എക്സിക്യൂട്ട് ചെയ്തത് അച്ചു KG, സഹായി ശബ്ദം നമ്മുടെ MRP ബാബേട്ടനാണ്. ബാബേട്ട ലൈറ്റ് ഇന്റലിജന്റ് ലൈറ്റ്സ്. ഇത് നമ്മുടെ ഈ നാടകത്തെ കുറിച്ച് പറയണല്ലോ. ഈ നാടകം ആദ്യ അവതരണമാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് രേഖയുടെ സൺഡേ തിയേറ്റർ 12ാം ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്ന സജീവമായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ശ്രീ സത്താജയൊക്കെയാണ്. അതിൽ മറ്റു പ്രത്യേകത കൂടിയുള്ളത് ഈ സ്ക്രിപ്റ്റ് 2025 സെപ്റ്റംബർ മാസത്തെ ഭാഷാ പോർട്ടിയിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആദ്യം ഈ സ്ക്രിപ്റ്റിന്റെ ആവണം എന്ന തീരുമാനത്തിലാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളെ ഭാഷ പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് 761ാമത്തെ അവതരണം ഈ സ്ക്രിപ്റ്റിന്റെ എഴുതുന്നത്. ഇതിന്റെ സംവിധാനം നിർവഹിച്ചത് ഈ സർക്കാരിന്റെയാണ്. ഇതിന്റെ മ്യൂസിക് എക്സിക്യൂട്ട് ചെയ്തതും സർക്കാരിന്റെയാണ്. നാടകം സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ രേഖയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായിട്ടുള്ള ശ്രീ JV ഗണേശാണ്. പ്രത്യേകിച്ചും നമ്മുടെ സംഘാംഗമായ സർത്താജിന്റെ ഒരു കൃതി മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അത് അരങ്ങിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഡോക്യുമെന്റേഷൻ സുനിൽ തരകൻ, ബാക്കി അവർ 3 പേരാണ് ഇത് ഡോക്യുമെന്റ് ചെയ്തത്. അവർക്കും പ്രത്യേകം നന്ദി. ഈ നാടകത്തിന് കണ്ട് പ്രോത്സാഹിപ്പിച്ച നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ